മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി വിദേശങ്ങളിലും സ്വദേശങ്ങളിലുള്ളവർ ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഉണ്ണിമിശിഹായ്ക്ക് ഒരു സമ്മാനം തരാനായിട്ട് ആഗ്രഹമുണ്ട്. ഇന്ന് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് വചനം ശ്രവിക്കുന്നവർക്കായി കർത്താവ് വചനം തരുന്നു. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. ഇതാണ് കർത്താവിൻ്റെ അഭിലാഷം. ഇപ്പോൾ വിവിധങ്ങളായ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരുന്നു കൊണ്ട്, പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു കൊണ്ട്, വാഹനത്തിലിരുന്നു കൊണ്ട് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവരോട് കർത്താവ് പറയുന്നു, ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഭൗമികമായിട്ടുള്ളതെല്ലാം നമ്മൾ വിട്ടുപേക്ഷിക്കണം. അസന്മാർഗീയത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാഗ്രഹം, ഇതിൽ നിന്ന് ഓടി അകന്നാൽ മാത്രമേ യേശുവിന് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ സാധിക്കൂ. നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശോധിക്കാം, നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശോധിക്കാം. നമുക്കൊരു കൊച്ചു സുഹൃദയവം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, എന്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണ്ണീശോയെ, എന്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനായി ദാഹിക്കുന്ന, വിശക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ. അങ്ങനൊരു ദാഹം നമുക്കുണ്ടോ? അങ്ങനൊരു വിശപ്പ് നമുക്കുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, ഉണ്ണീശോയെ, എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നുവെന്ന്. ഒരു സത്കൃത്യം, ഒരു പുണ്യപ്രവൃത്തി കൂടി നമുക്ക് ശ്രവിക്കണ്ടേ? എൻ്റെ മക്കളെ, ചില സന്ദർഭങ്ങളിലെങ്കിലും ചില കൂടിക്കാഴ്ചകൾ, ചില സന്ദർശനങ്ങൾ, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. കണ്ടാലും എത്രയോ വലിയ സ്നേഹമാണ് പിതാവായ ദൈവം നമ്മോട് കാണിക്കുന്നത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഈ പ്രയർ ലയൻ ഷെയർ ചെയ്യുന്ന എല്ലാ വ്യക്തികളോടും കൂടെ, ഇത് എത്തിച്ചേരുന്ന എല്ലാ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.